ഹലോ ഫ്രണ്ട്സ്, മാപ്സ് ആൻഡ് മീൽസിൻ്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഞങ്ങളുടെ പുറകിൽ നിൽക്കുന്ന ആ ഒരു മൗണ്ടൻ കണ്ടോ? ഇതാണ് ജർമ്മനിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള സൂക്സ് സ്പിറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു മൗണ്ടൻ. നമ്മളിന്ന് അങ്ങോട്ടല്ല പോകുന്നത്, അതിൻ്റെ തൊട്ട് താഴെയുള്ള ഐബ്സി എന്ന് പറയുന്ന ഒരു സീ ആണ് നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാട്നാക്ലാം എന്ന് പറയുന്ന ആ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ എൻ്റെ പുറകിലത്തെ കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചയിലേക്ക് പോകാം. നമ്മൾ വന്ന ട്രെയിനാണിത്, ഇതിപ്പോൾ തിരിച്ചു പോവുകയാണ്. അതിൻ്റെ പുറകിലുള്ള മൗണ്ടനൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മൾ വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ. ശരിക്കും ഈ തൊട്ടടുത്ത് കാണിക്കുന്ന ട്രെയിൻ കണ്ടോ? ഇത് OBB എന്ന് പറയും. OBB എന്ന് പറയുന്നത് ശരിക്കും ഓസ്ട്രിയയുടെ ട്രെയിനാണ്. അപ്പോൾ ഓസ്ട്രിയയുടെ ട്രെയിൻ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് DB എന്ന് പറയുന്നത് ജർമ്മനിയുടെ ട്രെയിനാണ്. അപ്പോൾ രണ്ടും ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇറങ്ങി ആദ്യം നമുക്ക് വല്ലതും കഴിക്കണം അല്ലേ? അപ്പോൾ ആദ്യം എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇവിടുന്ന് നമ്മളിത് ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമ്മൾ താഴോട്ട് പോവാണ്. റെയിൽവേ സ്റ്റേഷനിൽ താഴെ ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ കാണുമായിരിക്കുമല്ലേ, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി കഴിയുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബർഗർ കിങ് ഉണ്ട്. നമ്മൾ ബർഗർ കിങ്ങിൽ തൽക്കാലം കയറുന്നില്ല, നമുക്ക് നോക്കാം അടുത്ത് വേറെ ഏതെങ്കിലും കടയുണ്ടോ എന്ന്. അപ്പോൾ ദുറൂം തിന്നാനൊരാഗ്രഹം, നോക്കാം നമുക്ക് ഇവിടെ വല്ല ദുറൂം കട ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കിടക്കാം. അപ്പോൾ ഈ കിടക്കുന്ന ബസ്സുകളിലാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ ബസ് വരും, ഈ ബസ്സിലാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഞങ്ങളെ കഴിച്ചിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ നമുക്കിവിടെ ഒരു ദുറൂം കട കണ്ടു, ബോർഡർ ദുറൂം ഡോണർ സെൻറ്റർ. നമുക്കിവിടെ കയറി എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ദുറൂം എത്തി. ഇതാണ് നമ്മുടെ ദുറൂം. അത്യാവശ്യം ഹെവിയാണെന്ന് തോന്നുന്നതാണ്. നല്ല വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം ഹെവിയാണ്. ഇനി കഴിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. അത്യാവശ്യം അടിപൊളി ദുറൂമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി കഴിച്ചിട്ട് കാണാം. നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? നമ്മൾ ഇനി ഇവിടുന്ന് ട്രെയിൻ കയറി ഐബ്സിയിലെത്തും നമ്മൾ. ഓക്കെ, ട്രെയിനിലാണ് പോകുന്നത് അല്ലേ? ഞാൻ നേരത്തെ ബസ്സെന്നാണ് പറഞ്ഞത്, ബസ്സിലല്ല പോകുന്നത് നമ്മൾ. ശരിക്കും ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയായിരുന്നു. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങളുടെ പ്ലാൻ വീണ്ടും ഒന്ന് ചെറുതായിട്ട് മാറ്റി. നേരത്തെ ട്രെയിനെന്ന് പറഞ്ഞു, വീണ്ടും പക്ഷേ നമ്മൾ പ്രാവശ്യം ബസ്സിലാണ് പോകുന്നത്. കാരണം ട്രെയിൻ ഫുൾ അങ്ങ് വരെ ഇല്ലെന്ന് പറയുന്നു ഇന്നത്തെ ദിവസം. ഇടയ്ക്കിറങ്ങി പിന്നെ ബസ് പിടിച്ചു പോകണം. അപ്പോൾ അതിലും നല്ല നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബസ് പിടിച്ചൊക്കെ തന്നെ പോകണം. അപ്പോൾ നമ്മൾ ബസ്സിലിരിക്കുകയാണ്. ബസ്സിലുള്ള കാഴ്ചകളൊക്കെയാണ് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ബസ് ഇവിടെ നിന്ന് എടുത്തു. ആ പുറകിൽ കാണുന്ന ആ മൗണ്ടൻ കണ്ടോ? ഇത് സൂക്സ് സ്പിറ്റ്സ് ആണ്. നമ്മൾ അതിൻ്റെ താഴ്വരയിലോട്ടാണ് നമ്മളിവിടെ പോകുന്നത്. ഇത് കണ്ടോ? ഇതാണ് സൂക്സ് സ്പിറ്റ്സിൻ്റെ നമ്മുടെ കേബിൾ കാർ കയറുന്ന സ്ഥലം. ടോപ്പ് ഓഫ് ജർമ്മനി എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടുന്നാണ് നമ്മൾ കേബിൾ കാർ എടുത്തിട്ട്, നിങ്ങൾക്ക് കാണാമായിരിക്കും ആ കേബിൾ കാർ പോകുന്നുണ്ടോ? എന്ത് ഹൈറ്റിലാണതോ, ആ ഒരു മലയുടെ ടോപ്പ് വരെ പോവും. ആ ഒരു മലയുടെ ടോപ്പ് വരെ കണ്ടോ? ടോപ്പിൽ പോയിട്ട് വരുന്ന കേബിൾ കാർ തിരിച്ച് വരുന്ന രംഗമാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങളിത് പെഡൽ ബോട്ടിൽ കയറാൻ പോവാണ്. എന്തായാലും ഇവിടെ വന്നിട്ട് ബോട്ടിങ് ചെയ്തില്ല എന്ന് വേണ്ട, അപ്പം നമുക്ക് പെഡൽ ബോട്ടിൽ കയറാം. പെഡൽ ബോട്ട് എന്ന് പറയുന്നത് നമ്പർ 31 ബോട്ടാണ് ഇപ്പോൾ തന്നേക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. നമ്മളിത് പെഡൽ ബോട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഐബ്സിയിൽ ഫുള്ള് നമ്മളൊരു 30 മിനിറ്റ്സിലേക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ 30 മിനിറ്റ്സ് നമുക്കൊന്ന് എൻജോയ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്കിത് പുറകോട്ട് ചവിട്ടി നമ്മുടെ പെടലൊക്കെ ഇവിടെ ഉണ്ട്. അടിപൊളിയായിട്ട് ചവിട്ടി സ്റ്റിയറിംഗ് ഒക്കെ ചെയ്തത്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇന്ന്. നമ്മുടെ ഡ്രൈവർ സ്രാങ്ക് വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരിക്കും കൊടൈക്കനാലിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ബോട്ടിംഗ് ഒക്കെ ചെയ്യത്തില്ലേ, ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി ഹെവിയാണ്. ഇങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് പോവോ വണ്ടി? കുഴപ്പമില്ലേ? കാർ സ്റ്റിയറിംഗ് പോലെയൊക്കെ തന്നെയാണല്ലേ. ദൂരെ കണ്ടോ? നിങ്ങൾക്ക് കാണാം അല്ലേ മൗണ്ടൻ, ആൽപ്സ് പർവ്വതങ്ങളായതെല്ലാം. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ആൽപ്സ് പർവ്വതം കാണിച്ചു തരാറുണ്ട്. കാരണം ഈ ജർമ്മനിയും ഓസ്ട്രിയയും സ്വിറ്റ്സർലാൻഡും ഇതെല്ലാം ശരിക്കും ആൽപ്സ് പർവ്വത നിരകളാണ്. പിന്നെ എൻ്റെ പുറകിലത്തെ ഒരു വ്യൂ കൂടി നിങ്ങളെ കാണിക്കാം. എൻ്റെ പുറകിലത്തെ വ്യൂ, ആ നേരത്തെ ഞാൻ പറഞ്ഞു ജർമ്മനിയിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്കാണ്. ശരിക്കും ഈ ലേക്കിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? കനേഡിയൻ ലേക്കുകളായിട്ടൊരു സാമ്യം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. കാരണം ആ
കളർ ഓഫ് വാട്ടർ ഒക്കെ വെച്ചിട്ടാണ്. അപ്പം നമ്മൾ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, ഞാൻ അത് കാണിക്കാനാണ് വന്നത്. ശരിക്കും അടിപൊളി ഗ്രീൻ കളറാണ്. എന്ത് രസമാണെന്ന് നോക്കിയേ, ആ ഒരു വെള്ളം ഫുള്ള് സീ കണ്ടോ. വേണമെങ്കിൽ ഈ സൈഡിൽ കൂടി ആൾക്കാരൊക്കെ ട്രക്ക് ചെയ്ത് പോകുന്നുണ്ടോ. ഇവിടെ എല്ലാ ആൾക്കാർ ട്രക്കിംഗ് ഒക്കെ ചെയ്ത് പോകുന്നുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സൂക്ക് സ്പിറ്റ്സ്. നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് കാണാമായിരിക്കും. ആ ഒരു എന്താ പറയുക, കേബിൾ കാറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അത് ആ കേബിൾ കാർ വെച്ച് അങ്ങ് ടോപ്പ് ഓഫ് ആ പീക്കിലാണ് സൂക്ക് സ്പിറ്റ്സ് ഇരിക്കുന്നത്. അതായത് ടോപ്പ് ഓഫ് ജർമ്മനി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ 10ാം ക്ലാസ്സും +2 കഴിഞ്ഞ ആൾക്കാർക്ക് നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ജർമ്മനിയിലേക്ക് വരാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരം അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ സൈഡിൽ ഇട്ടേക്കാം. അപ്പോൾ അതിൽ കയറി നിങ്ങൾക്ക് ആ ഒരു വീഡിയോയും കൂടി കാണാവുന്നതാണ്. അപ്പോൾ ജർമ്മനിയിൽ വരാൻ താല്പര്യമുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് വരാവുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഫീസും ഒന്നും കൊടുക്കേണ്ട, സ്റ്റൈഫൻഡും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലൈഫ് എൻജോയ് ചെയ്യാം, ഇങ്ങനെയുള്ള സ്ഥലവും കാണാം, ജർമ്മനിയുടെ ബ്യൂട്ടി ആസ്വദിക്കാം. യൂറോപ്പിൻ്റെ പർവ്വതങ്ങൾക്ക് വേറിട്ടൊരു ബ്യൂട്ടിയാണ് അല്ലേ. അങ്ങനെ ഞങ്ങൾ എടുത്ത ടൈമിങ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് ബോട്ട് കൊണ്ട് പാർക്ക് ചെയ്യണം. അപ്പോൾ സ്രാങ്ക് റെഡിയല്ലേ പാർക്കിങ്ങിന്? സ്രാങ്ക് ആയിരുന്നു ഇത്രയും നേരം ഇവിടെ കിടന്ന് ഈ ഐപ്സി മൊത്തം ചുറ്റിക്കത്തോടെ എടുക്കുന്നു. പക്ഷെ നല്ല കാറ്റുള്ളത് കൊണ്ട് ലെഫ്റ്റിലോട്ട് പിടിക്കുമ്പോൾ റൈറ്റിലോട്ടാണ് വണ്ടി ഓടുന്നതെന്ന് എനിക്കൊരു സംശയം. അങ്ങനെ ഫൈനലി നമ്മുടെ പാർക്കിംഗ് ഏരിയയിലെത്തി. നമുക്ക് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാം. നമ്മളത് ഈ ബോട്ടിലായിരുന്നു നമ്മൾ ഇത്രയും നേരം ഈ ഒരു ഐപ്സി ഫുള്ള് കറക്കം നടത്തിയത്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. ബൈ ബൈ ഐപ്സി. യുടെ സൈഡിൽ കൂടി നമ്മൾ ട്രക്കിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ട്രക്ക് ചെയ്ത് അവിടെ വീണ്ടും ഈ ഒരു ലേക്കിൻ്റെ ഒരു ചെറിയൊരു ഭാഗം അങ്ങോട്ടെങ്ങാണ്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ നടന്നത് ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച ആ ലേക്കിൻ്റെ ഒരു സൈഡ് വശം. അപ്പം ഇതിലേക്കൂടെ നടന്ന് ഞാൻ താഴോട്ട് പോവാം. ഇതാണ് നമ്മുടെ ലേക്ക്. ഇവിടെ ലേക്ക് അല്ല, ശരിക്കും ലേക്കിൻ്റെ വേറൊരു കരയാണ്. ഇവിടെ ശരിക്കും കുറേ പാറയൊക്കെ ഉണ്ട് കണ്ടോ, കുറേ പാറ. പിന്നെ ഇത് കണ്ടോ, ഈ വെള്ളത്തിനകത്ത് ഫുള്ള് പോൾസാണ്, ഫുള്ള് ടാഡ്പോൾസാണ് ഈ വെള്ളത്തിനകത്ത്. അടിപൊളി ഒരു ചെറിയ ലേക്കെന്നൊന്നും പറയാനില്ല, ചെറിയ വെള്ളക്കെട്ടെന്ന് വേണമെങ്കിൽ പറയാം. ട്രക്ക് ചെയ്ത് ക്ഷീണിച്ച് നമ്മൾ ഇത്ര നേരം ഇരിക്കുമായിരുന്നു. ഇനി നമുക്ക് ഈ സൈഡിൽ കൂടെ നടന്ന് നമുക്ക് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളെ കാണിക്കാം. നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ടല്ലേ, നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ ഈ സൈഡിൽ കൂടി കാണുന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മൾ തിരിച്ച് മ്യൂണിക് സെൻട്രൽ സ്റ്റേഷനിൽ വന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാപ്സ് ആൻഡ് മീൽസ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി കൊടുക്കുക. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അൺടിൽ ദെൻ ബൈ ബൈ.